ഖുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകളും, എല്ലാ ഇബാദത്തുകളും അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ഷമയെക്കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇഖ്ലാസാണ്. അപ്പോൾ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഇഖ്ലാസ്? മതപരമായിട്ട് ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് നിർവചിക്കാവുന്ന വളരെ സിമ്പിളായൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ഒറ്റയാക്കുക എന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന ഇബാദകൾ, ആരാധനാ കർമ്മങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നിർവഹിക്കുന്നതിനാണ് ഒറ്റ വാക്കിൽ നമ്മൾക്ക് ഇഖ്ലാസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആത്മാർത്ഥത, നിഷ്കളങ്കത, അതൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ അതിനെ ഉപയോഗിക്കാറുള്ള പദങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അള്ളാഹു സ്വീകരിക്കുന്ന അമലുകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴൊക്കെ മുഖ്ലിസീൻ, അതായത് ഇഖ്ലാസോട് കൂടി നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. അപ്പോൾ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പഠിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഫുലൈലിനു ഇയാൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അഖ്ലസഹു വസ്വബഹു. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ അത് ശരിയായതും അതേസമയം ഇഖ്ലാസ് ഉള്ളതുമാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് ശരിയായതും ഇഖ്ലാസ് ഉള്ളതുമായ പ്രവർത്തനം? അപ്പോൾ അദ്ദേഹത്തിനൊരു ഉത്തരം പറയുന്നു, എന്നിട്ട് അദ്ദേഹം ആദ്യം പറയുന്നത് ഇഖ്ലാസോട് കൂടി ഒരാൾക്ക് ഒരു പ്രവർത്തനം ചെയ്യുന്നു, പക്ഷെ അത് ശരിയല്ലാത്തതാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, ഒരാൾ ഇഖ്ലാസോട് കൂടി ഒരു പ്രവർത്തനം ചെയ്യുന്നു, ശരിയായ പ്രവർത്തനം ചെയ്യുന്നു, പക്ഷേ ഇഖ്ലാസ് ഇല്ലാതെ, എങ്കിൽ അതും സ്വീകരിക്കപ്പെടുന്നതല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശരിയായ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, പ്രവാചകൻ്റെ മാതൃകയുള്ള കർമ്മങ്ങളാണ്. എന്നിട്ട് വീണ്ടും ഫുലൈലിൽ ബിൻ ഇയാൾ പറയുന്നത് ഇഖ്ലാസുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രം പ്രീതി ഉദ്ദേശിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രം ചെയ്യുക എന്നുള്ളത് അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിന് മാനദണ്ഡമായിട്ട് നമുക്ക് മനസ്സിലാകാം. ഇസ്ലാം എത്രത്തോളം ഇതിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഖുർആനിലും ഹദീസിൽ നിന്നൊക്കെ നമുക്ക് പരിശോധിച്ചാൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ വാചകം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, ആരാധന നിർവഹിക്കലാണ്. ആ ദുനിയാവിൽ നമ്മൾക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തതാണ്. അപ്പോൾ നമ്മൾ ദുനിയാവിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കണം. ഇവിടെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ പിന്നെ ഒരു വീട് വേണം. അതേപോലെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം വേണം. ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കയ്യിൽ പണം വേണം. ആ പണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. പറഞ്ഞു വന്നത് ഈ പറയുന്നതൊക്കെ മാർഗങ്ങളാണ്. ലക്ഷ്യം ഇബാദത്ത് മാത്രം. ഇബാദത്ത് നിർവഹിക്കാൻ അള്ളാഹു നമ്മൾക്ക് മാർഗങ്ങൾ കുറേ മുമ്പിൽ വെച്ചു. പക്ഷേ ഭൂരിഭാഗം ആളുകളും ലക്ഷ്യം മറന്നു പോവുകയും മാർഗങ്ങളുടെ പിറകെ സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ ആയത്താണ്. ജീവിതവും മരണവും സൃഷ്ടിച്ച് എന്തിനാണ് അള്ളാഹു പറയുന്നത്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും അഹ്സൻ ആയിക്കൊണ്ട് അമല ചെയ്യുന്നത്. അപ്പോൾ അഹ്സൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയും റസൂലിൻ്റെ ഇത്തിബാവും കൊണ്ട് മുന്നോട്ട് പോകുന്ന കർമ്മങ്ങൾക്കാണ് അഹ്സനായ കർമ്മം എന്ന് പറയാം. അപ്പോൾ ആ കർമ്മങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വെച്ച നിബന്ധന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരുപാട് ഒരു ദൃശ്യത എന്നുള്ളത് ഒരുപാട്, അതിനുള്ള മാധ്യമങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് പലരുടെയും പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ദാവാ പ്രവർത്തനങ്ങളാകട്ടെ, ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് പോലും, അതൊക്കെ സൽക്കർമ്മം എന്നുള്ള നിലക്ക് മറ്റുള്ളവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും മൂല്യങ്ങളും നന്മകളെക്കുറിച്ച് അറിയിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ അതേസമയം ഇതൊക്കെ പലപ്പോഴും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ സലഫുകളൊക്കെ എങ്ങനെയാണ് അമലുകൾ ചെയ്യുമ്പോൾ അവർ ഇഖ്ലാസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നത്? പ്രകടനപരത കടന്നു വരാതിരിക്കാൻ വേണ്ടി സലഫുകളൊക്കെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പരമാവധി എല്ലാ കർമ്മങ്ങളെയും രഹസ്യമാക്കി. ഇപ്പം നമ്മൾ ഏത് കർമ്മം ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്തും അത് വേറെ ഒരാളെ അറിയിക്കാതിരിക്കാനുള്ള ഒരു പിടിവാശം ശരിക്ക് നമുക്ക് ഇഖ്ലാസ് എന്ന് പറയാം. ഇപ്പോൾ റബീബിന് ഹുസൈമിനെ പോലെ താബി പണ്ഡിതന്മാർ, അദ്ദേഹം സ്വന്തം നാട്ടിലത്തെ പള്ളിയിൽ നിന്ന് ആകെ ഒറ്റ പ്രാവശ്യം മാത്രം സുന്നത്ത് സ്കരിച്ച്. റസൂൽ പറഞ്ഞല്ലോ, സൊല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദുഹ ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ ഐശ്ചികമായ നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുള്ള ശ്മശാനങ്ങൾ ഖബർസ്ഥാനാക്കരുതെന്ന് പറയുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു വിശദീകരണം, ഒന്ന് നമ്മുടെ വീടിന് ഈമാനികമായ ജീവൻ ഉണ്ടാവലും, രണ്ട്
ഞാൻ ഒരു സുന്നത്ത് നമസ്കാരക്കാരനാണ് എന്ന് ആളുകളുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാക്കാതിരിക്കാനും കൂടിയുള്ള ഒരു പ്രത്യേകമായ കരുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ റിയാദ് കടന്നു വരുന്ന എല്ലാ സൂക്ഷ്മമായ ദോരങ്ങളെയും അടച്ചു കളയാണ്. അതേപോലെ താബി പണ്ഡിത് അദ്ദേഹം പിന്നെ അത് ഖുർആൻ ഓതുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ അടുത്തുകൂടെ പോയാൽ ഷാൾ കൊണ്ട് ഖുർആൻ ഇങ്ങനെ മറച്ചു പിടിക്കും. നമ്മളിങ്ങനെ എല്ലാവരെയും അറിയിക്കണം, ഞാൻ കഴിഞ്ഞ റമദാൻ ഇത്ര ഓതി, ഞാൻ ഇത്ര സ്വതക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സംഖ്യ ആൾക്കാരെ പിന്നെ കാണിച്ചു കൊടുക്കുക, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ റീൽസുകളായിട്ട് ഇറക്കുക. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടേ, നമ്മുടെ ഉള്ളിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഒരു 99.99% ആഗ്രഹിച്ചു. അതിൻ്റെ കൂടെ ഒരു 0.1% നമ്മൾ ആളുകളുടെ നല്ല വാക്കും കൂടി ആഗ്രഹിച്ചാൽ ആ 0.1 കൊണ്ട് ഇപ്പം നല്ലൊരു പായസത്തൊക്കെ ഒരു ഉറ്റ് വിഷം വീഴുന്ന പോലെ ആ 0.1% കൊണ്ട് അത് മുഴുവൻ നിഷ്ഫലമായി പോകുന്നുള്ളതാണ്. അപ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടാതെ അതിലേക്ക് എത്തുന്ന ഒരു പ്രധാന അവിടെ വരുന്ന ഒരു പ്രധാന വില്ലൻ, നഷ്ടപ്പെടുത്തുന്ന പ്രധാന തടസ്സം എന്നുള്ളത് റിയാ ആണ്. ജനങ്ങളെ കാണിക്കുക, ജനങ്ങളുടെ പ്രീതി ആഗ്രഹിക്കുക, ജനങ്ങളെ പ്രശംസ ആഗ്രഹിക്കുക. അത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ എവിടെയും സൽക്കർമ്മം ചെയ്യുന്ന എല്ലാവരും, നമ്മളടക്കം എല്ലാവരും ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ വിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, വയുത്തൈമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയത്തീമം വഅസീറ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വിശ്വാസികൾ അവർ തടവുകാരനും അതുപോലെ തന്നെ വഴിയാത്രക്കാരനും അങ്ങനെയുള്ള യത്തീമിനും അവർ ഭക്ഷണം നൽകും. എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നമാ നുതൈമുക്കും ലിവജിഹില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന എന്തിനാണ്? അള്ളാഹുവിൻ്റെ വജയാണ്. ലാ നുരീദു മിൻകും ജസാ അം വലാ ശുക്കൂറ. ഒരാൾക്ക് അപ്പോൾ നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക്, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നാളെ അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു ദിവസം വജ്ഹ് എന്നുള്ള വാക്ക് മാത്രം മതി. അതായത് നമ്മൾ 1ാം ക്ലാസ് പറയും കുട്ടിയോടെ എന്താണ് വജ്ഹ് ചോദിച്ചാൽ ആ കുട്ടിയുടെ ഉത്തരം പറയും വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ്. അപ്പോൾ അവർ പറഞ്ഞ അദ്ദേഹം പറയും വലിയ വജ്ഹില്ല, ഞങ്ങൾ അള്ളാഹിൻ്റെ മുഖത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിലെത്തുന്നുള്ള എല്ലാവരെയും ആഗ്രഹം. സ്വർഗത്തിൽ തന്നെ അപ്പുറം ആ സ്വർഗത്തിലൊരു നയന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. സ്വർഗത്തിലെ എല്ലാ ആൾക്കാരും പ്രവേശിച്ച് കഴിഞ്ഞാൽ തായ്വാരത്തേക്ക് അവർ വിളിച്ചു കൂട്ടുന്നു. എന്നുള്ള ചോദിക്കും, തുരീദൂന ഷെയ്ൻ അസീദുക്കും, നിങ്ങൾക്ക് ഇനി ഞാൻ വല്ലതും ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ, ഇതിൽ അധികമായിട്ട് കിട്ടാണ്ടോ? അപ്പോൾ അവരിങ്ങനെ പറയുന്ന വാചകം, അലം തുബയ്യിദു വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന അലം തുനജ്ജീന മിനന്നാർ. ഇത് ഞങ്ങളെ മുഖം ഇതാ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു, ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു, ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ഇനി എന്താ കിട്ടാനുള്ളത്? പക്ഷെ ആ സമയത്താണ് സ്വർഗവാസികളുടെയും അള്ളാഹുവിൻ്റെ ഇടയിൽ നിന്ന് മറ ഇങ്ങനെ നീങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ, ഒരാൾ കാണുന്നുണ്ട് എന്ന ഭയപ്പാടോടുകൂടി നമ്മൾ മാറി നിന്ന തിന്മകൾ, ഒരാൾ കാണുന്നുണ്ട് എന്ന ആ സമാധാനത്തോടു കൂടി നമ്മൾ സഹിച്ച ത്യാഗങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും. എനിക്ക് എങ്ങനെ വന്നാലും എനിക്കെല്ലാം നൽകിയ, എനിക്ക് സ്നേഹം വാരിക്കൂടി നൽകുന്ന ഒരു ഉമ്മയെ നൽകിയ, വാപ്പയെ നൽകിയ, ഞാൻ ചോദിക്കാതെ കുറേ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹു, ആ അള്ളാഹു എന്നോട് ആവശ്യപ്പെടുന്നത് അവന് വേണ്ടി മാത്രം ഇബാദത്തുകൾ നിർവഹിക്കണം. അത് ഞാൻ നിർവഹിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റബ്ബിനെ പരലോകത്തെത്തിയിട്ട് കാണണം. അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തേക്ക് എത്തണം. അപ്പോൾ ആ വജ്ഹ്, അതാണ് ആയത്തിൽ നമുക്ക് ആയത്ത് ചിന്തിച്ചാൽ ഉത്തരം, ആ റബ്ബിൻ്റെ വജ്ഹ് എനിക്ക് കാണാൻ ഞാൻ സ്വർഗത്തേക്ക് എത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം എല്ലാ അമലുകളിലും ഇപ്പോൾ ഒരു ആൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അവരിൽ നിന്നൊരു താങ്ക്സ് അല്ലെങ്കിൽ പിന്നീട് അവർ നമ്മളെ കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കണം. ഇത് നമ്മൾ ഉദ്ദേശിക്കുക ചെയ്തത്. ഇതിൽ പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ഇതിൽ നിരാശക്കും കൂടിയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും മനുഷ്യർ മറക്കും, പിന്നെ നന്ദി കെട്ടവരാണ് ചില ആളുകൾ. അപ്പോൾ നമ്മൾ ചെയ്ത ഉപകാരം അതൊന്നും ഒരിക്കലും അവർ ഓർത്തു വെക്കണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുക, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ എപ്പോഴും നന്മകളോടും അമലു സ്വാലിഹാത്തിനോടൊക്കെ കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അത് നിങ്ങൾ ആ അമൽ ഒഴിവാക്കുകയാണ് സത്യത്തിൽ നല്ലത്. കാരണം അതൊരു വഴി, അദ്ദേഹം പറയുന്നത് വെച്ചാൽ നിങ്ങളെ ഒരു ഇപ്പോൾ യാത്രക്കാരൻ്റെ തോൽസഞ്ചിയിൽ മണൽ നിറക്കുന്നത് പോലെയാണ് നിങ്ങൾ ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് അവൻ്റെ യാത്രയിൽ അവന് ഭാരമാണ് ഒന്നാമത്തെ സംഗതി. അവനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊരു ഉപകാരം അവനക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ടോ? ഇഖ്ലാസോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു നേട്ടം. ഇപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഇഖ്ലാസിൻ്റെ അധ്യായത്തിലും ഇമാം നബവി റിയാദുസ് സ്വാലിഹീൻ്റെ ആമുഖത്തിലും കൊടുക്കുന്ന ആ 3 ഗുഹാവാസിയുടെ സംഭവമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്നത്, റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങളുടെ മുൻഗാമികൾപ്പെട്ട 3 ആൾ യാത്ര പോയി, രാത്രിയായപ്പോൾ ഒരു ഗുഹയിൽ അവർ അഭയം തേടി. പക്ഷെ ഗുഹാമുഖ ഒരു പാറ വന്നാൽ അടഞ്ഞു കളയാണ്. പക്ഷെ അവർ പരസ്പരം നീങ്ങിയിട്ടൊന്നും പാറ നീങ്ങണില്ല. എന്നിട്ട് അവർ 3 ആളും പറയുന്ന വർത്തമാനം, ഇന്നഹു ലാ യുൻജീക്കും മിൻ ആദി സ്വഹറ ഇല്ലാ അൻ തദുല്ലാഹ ബി സ്വാലിഹി അഅമാലിക്കും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല, നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന്.
എന്നിട്ട് അവർ മൂന്നാളും അവരെ ഓരോ നന്മ ഇങ്ങനെ എടുത്തെടുത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്. അവരന്ന് ചെയ്തിരുന്ന മുൻപ് ചെയ്ത കർമ്മങ്ങൾ. ആ കർമ്മങ്ങളുടെ കൂടെ അവർ വെക്കുന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം നമ്മൾ ഇന്നോളം നമ്മൾ കുറേ പണിയെടുക്കുന്നുണ്ട്, കുറേ അധ്വാനിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, നോമ്പ് എടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞ ആ ഒരു വാചകത്തെ പോലൊരു വാചകം പറയാൻ പറ്റുമെന്ന് ആലോചിക്കണം. അവർ അള്ളാഹുവിനോട് പറയുന്ന വാക്ക് അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്. അള്ളാഹുവെ, ഞാൻ ആ കാര്യം അന്ന് ചെയ്തത് നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, കൊണ്ടാണെന്ന് പോലും പറയില്ല, ആണെങ്കിൽ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ 100% എൻ്റെ ഉള്ളിൽ ഞാനത് ചെയ്യുമ്പോൾ വേറെ ഒന്നും ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി എന്നാണ് മൂന്നാൾ പ്രാർത്ഥിക്കണേ. ആ ഇഖ്ലാസിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തണേ. നമ്മൾ ആലോചിക്കണ്ടേ, ഒരു ട്രബിളിൽ നമ്മളിനെ പെട്ട് വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കും നമ്മുടെ മുമ്പിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്ത് നമ്മൾ വസീല തേടുമ്പോൾ ഇവർ പറഞ്ഞ ഈ വാക്ക് പോലെ ഇന്നോളം നമ്മൾ ചെയ്ത കർമ്മത്തിൽ ഏതെങ്കിലും ഒരു കർമ്മത്തെ മുൻനിർത്തിയാണ്ട് അള്ളാഹുവേ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെ അടുത്ത് വല്ലതും ഉണ്ടോ നമ്മൾ ആലോചിക്കേണ്ടേ. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇഖ്ലാസുള്ള കർമ്മങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അള്ളാഹുവിനെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇഖ്ലാസുള്ള കർമ്മങ്ങൾ അത് നമ്മൾക്ക് പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ളൊരു മാർഗ്ഗം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നില്ല മാനദണ്ഡം അത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ ഇഖ്ലാസുമായുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നീയത്ത് ശരിയാവുക. ഇപ്പോൾ നമ്മളെ പതിവുകളിൽ നിന്ന് ഇബാദത്തുകളെ ഇബാദത്തുകളാക്കുന്ന സിമ്പിളായ മാർഗ്ഗമാണ് നിയ്യത്ത്. ആ നീയത്തിന് എങ്ങനെയാണ് ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക? നമ്മൾ ഒരു കർമ്മം, ആ കർമ്മം ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവേണ്ട ഒന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട നിയ്യത്ത് എന്ന് പറയാം. പക്ഷേ ആ കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്തും ചെയ്ത് കഴിഞ്ഞാലും അത് വേറെ ഒരാളുടെ അറിവിലേക്കോ ഒരാളുടെ പ്രീതിയിലേക്കോ വേറൊരാളുടെ പ്രശംസയിലേക്കോ ഇട്ട് കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പിടിവാശിക്ക് നമ്മൾക്ക് ഇഖ്ലാസ് എന്ന് പറയാം. ഇപ്പോൾ പിന്നെ സുഫിയാൻ സലൈമുള്ള പറഞ്ഞ വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആ അടിമ രഹസ്യമായിട്ട് നന്മ ചെയ്യും. ആ രഹസ്യമായി ചെയ്യുന്ന നന്മയെ അയാളത് മറച്ചു വെച്ചാലും പിശാച് അയാളെ പിറകെ ഇങ്ങനെ വലിഞ്ഞ് അയാളെ പരിശ്രമിക്കും. അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് പരസ്യത്തിലേക്ക് എത്തിപ്പിക്കാൻ. പിന്നെയും പിശാച് അയാളെ വലിഞ്ഞു മുറുക്കി അത് റിയായിലേക്ക് കൊണ്ടെത്തിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് വെറുതെ അസീം വിചാരിക്കാം. 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ നമസ്കരിച്ചു. ഞാനത് ആരെയും അറിയിച്ചിട്ടില്ല, എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല, ആരും അത് അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ പിശാചുണ്ട്. ഞാൻ നല്ല നിയ്യത്തോടെ നിസ്കരിച്ച്, നല്ല നിയ്യത്ത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇഖ്ലാസ് എനിക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ പിശാച് എൻ്റെ പിറകെ ഉണ്ടാവും, ഇതെങ്ങനെയെങ്കിലും ആളുകൾ അറിയിക്കണം. അപ്പം ഞാൻ ചിലപ്പോൾ ആ നേരത്ത് മൊബൈലൊക്കെ എടുത്ത് തഹജ്ജുദിൻ്റെ മഹാത്മ്യ സ്റ്റാറ്റസ് വെക്കണം രാത്രി 2 മണിക്ക്. ആ സമയത്ത് ഇതാരും കാണില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇത്ര മണിക്ക് സ്റ്റാറ്റസ് വെച്ചാൽ അപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കണം. അതാണ് ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേക്കാരം ഉമ്മ ഇന്നലെ രാത്രി ഞാൻ നിസ്കരിക്കാൻ നീച്ചപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ മോട്ടർ ഇട്ടേക്കണം, നിങ്ങൾ മോട്ടർ ഇടണ്ട. അതേപോലെ ഇന്നലെ രാത്രിക്ക് എന്തായാലും കാറ്റ്, ഞാൻ നിസ്കരിച്ചാൽ നീച്ചപ്പം കറണ്ട് ഇല്ലായിരുന്നു. അത് പരസ്യമായി, നിസ്കരിച്ച കാര്യം പരസ്യം. പക്ഷേ പിശാജ് അയിമ നിൽക്കൂല. പിശാജ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും, റിയാഗുമൊക്കെ എത്തിക്കും. ആ റിയാഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെങ്ങാനോടൊക്കെ കാര്യം പറയാം, ഇന്നലെയൊക്കെ രാത്രി എന്താ മഴ, ഞാൻ നിസ്കരിച്ചാൽ നീറ്റപ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവൻ പറയും അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഉണ്ടാവും, ഈ അറിഞ്ഞിട്ടില്ല, അപ്പോൾ അജ്ജ് നിസ്കരിക്കലൊന്നുമില്ലേ, റമദാൻ കഴിഞ്ഞപ്പോൾ നിർത്തിയോ? അപ്പോൾ നമ്മളെന്തായി, ഞങ്ങൾ ഓനേക്കാളും മോൾക്കാണ് കയറി. അതോടുകൂടി നമ്മൾ രഹസ്യമായിട്ട് ചെയ്ത പരസ്യമാവുകയും അത് റിയായിലേക്ക് എത്തുകയും ആ കർമ്മം നമുക്ക് ഒന്നും ഉപകാരപ്പെടാത്ത അവസ്ഥയ്ക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇഖ്ലാസ് നമ്മൾ മറ്റുള്ളവരുടെ പലപ്പോഴും ബാക്കിയുള്ളവരുടെ ഇഖ്ലാസിനെ ചോദ്യം ചെയ്യാനും അതിനെ അളക്കാനൊക്കെ പലരും ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മുടെ ഇഖ്ലാസിനെ പറ്റി നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. മുനാഫിക്കിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ജനങ്ങളെ കാണിക്കുവാൻ എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇബ്നു മുബാറക്കിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൗലുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ എത്ര വലിയ കർമ്മങ്ങളെയാണ്, വലിയ മഹത്തായ കർമ്മങ്ങളെ നെയ്യത്ത് കൊണ്ട് അത് ചെറുതായി പോയി. ആ കർമ്മം എത്ര ചെറിയ കർമ്മങ്ങളാണ് നെയ്യത്തുകൾ കൊണ്ട് വലുതായി പോകുന്നത് എന്നുള്ള. അപ്പോൾ നമ്മളത് ആ ഒരു നെയ്യത്തിൻ്റെയും അതുപോലെ തന്നെ അതിൽ ഇഖ്ലാസ് പൂർണ്ണമായിക്കൊണ്ട് ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഏതാമലും അത് ആത്മാവില്ലാത്ത ശരീരം പോലെ വെറുതെയാണ്. ഒരു പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഉപകാരം നമ്മൾക്ക് ലഭിക്കാനില്ല. എനിക്കൊന്നും അതുകൊണ്ട് ശിക്ഷയാണ് ലഭിക്കുക. അങ്ങനെ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പരലോകത്തെത്തുമ്പോൾ 3 ആളുകൾ ഷഹീദ്, അതുപോലെ തന്നെ നന്നായി ഖുർആനെ കുറിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ പിന്നെ ഒരു സമ്പത്ത് കിട്ടി അതുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന ഒരാൾ. പക്ഷെ ആ 3 ആളുകൾക്ക് സംഭവിക്കുന്നത് അവരൊരുപാട് ചെയ്തിട്ടുണ്ട്,
പക്ഷെ അവരുടെ നെയ്യ് അവർ പറയുന്നുണ്ട് ഞങ്ങള് നിന്റെ വജഹിന് വേണ്ടി മാത്രം പഠിച്ചവനെ ചെയ്തെന്ന് ചെയ്തു പറയുമ്പോ അല്ല കെദ്ദബത്താന്ന് പറയാം, നീ പറഞ്ഞ കള്ളാന്ന് കള്ള പറയാം. കാരണം അള്ളാഹുക്ക് അറിയാം നിങ്ങളെ മനസ്സിൽ എന്താണുള്ളത്. അല്ല പറഞ്ഞ ഇന്നല്ല എന്തൊരു ഇല്ല കുലൂബിക്കും അമാലിക്കും അത് നോക്കണം നിങ്ങളെ ഹൃദയത്തേക്കാണെന്ന്. അപ്പോൾ നമ്മുടെ കർമ്മം അള്ളാഹ് നീയത്ത് അറിയുന്ന അള്ളാഹുവിലേക്ക് ആത്മാർത്ഥത ചെയ്തെങ്കിലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവാണ്, എന്നെ സംവിധാനിച്ച അള്ളാഹുവാണ്, എന്നെ മരിപ്പിക്കുന്ന അള്ളാഹുവാണ്, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അള്ളാഹുവാണ്, എൻ്റെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന അള്ളാഹുവാണ്, ഞാൻ സ്വർഗത്തേക്കോ നരകത്തേക്കോ തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിന് വേണ്ടി മാത്രം ഞാൻ കർമ്മങ്ങൾ ചെയ്തെങ്കിലേ എനിക്കതുകൊണ്ട് ഉപകാരമുള്ളൂ. ഞാൻ മരിച്ച് 2-3 ആഴ്ചകൾ കൊണ്ട് ആൾക്കാർ എന്നെ മറക്കും. ആ ആളുകൾക്ക് വേണ്ടി അവരെ തൃപ്തിപ്പെടുത്താൻ, ഇപ്പോൾ പള്ളീൻ്റെ അടുത്താണ് എൻ്റെ വീട്, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ള ചിന്തയാണെങ്കിൽ അത് ഇഖ്ലാസില്ല. നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ സംഘടന കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്, സുവർണ്ണ കാലഘട്ടം എന്ന ചിന്ത വരാനാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യണ പോലും നമ്മുടെ സംസാരം ആൾക്ക് ഉപകാരപ്പെടണമെന്ന് നോക്കുക. അതിൻ്റെ അപ്പുറം നമ്മൾ ഭയങ്കര സംഭവമാണ് തോന്നിപ്പിക്കലാണെങ്കിൽ അതാണ് അതൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നത്. ഈ കർമ്മങ്ങളും ഈ സമയവും സമ്പത്തും ഒക്കെ നമുക്ക് നിഷ്ഫലമായി പോകും. വെറുതെ. അതിൻ്റെ പേരിൽ കുറ്റം കൂടി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നിങ്ങളുടെ നിയ്യത്തുകൾക്കനുസരിച്ചാവുന്നു പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിരന്തരം അത് പരിശോധിക്കുക. ഇഖ്ലാസോട് കൂടി ഓരോ കർമ്മവും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം, അള്ളാഹു മാത്രം മതി സാക്ഷിയായിട്ട്, അള്ളാഹുവിന് മാത്രമേ അതിന് പ്രതിഫലം നൽകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശംസ, ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള അതിന് ആളുകളുടെ അംഗീകാരം, ഇതൊന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. വിശ്വാസി ഇഖ്ലാസുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഖുർആൻ പറഞ്ഞ മാതിരി ഖുലില്ലാ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി, അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്, എൻ്റെ കീഴ്വണക്കം മുഴുവൻ അവന് വേണ്ടി മാത്രമാണ്. അതാണ് പ്രഖ്യാപിക ജീവിതം കൊണ്ട്. ഇനി ഉടനീളം ഇന്നോളം സംഭവിച്ചു പോയതൊക്കെ അതാണ്, തൗബ ചെയ്ത് മടങ്ങി. ഇനി അങ്ങോട്ട് ഉടനീളം അവന് വേണ്ടി മാത്രം എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ് ചോദിക്കുക, ഞാൻ എന്തിനാ ചെയ്യണേ, ആർക്ക് വേണ്ടി ചെയ്യണേ, ഉള്ളുന്ന അള്ളാൻ്റെ വജഹുല്ല എന്നുള്ള മറുപടി കൊണ്ട് വരട്ടെ. അത് വരെ നമ്മൾ ഹൃദയത്തിൽ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഖ്ലാസിൻ്റെ പ്രാധാന്യത്തെയും ഇഖ്ലാസ് എന്താണ് എന്നും തിരിച്ചറിഞ്ഞ് കൂടുതലായിക്കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.